കൊല്ലം തേവലക്കരയിലെ ചരിത്രപ്രസിദ്ധമായ തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണമഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച ചടങ്ങ് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ് ആത്മീയതയെന്നും ക്ഷേത്രം സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ കൊല്ലം തേവലക്കരയിലെ തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും ശ്രീകോവിൽ സമർപ്പണത്തോടൊപ്പം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കമായത്. കൃഷ്ണമഹോത്സവം എന്ന പേരിട്ട ചടങ്ങ് ക്ഷേത്രം തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ ആത്മീയതയുടെ ഉറവിടങ്ങളാണെന്നും ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനയാണ് ആത്മീയതയെന്നും ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ക്ഷേത്രം നാടിൻ്റെ ഐശ്വര്യമാണ്. ക്ഷേത്ര ദർശനം പതിവാക്കുക. ആത്മീയതയും ഭൗതികതയും ഒരുപോലെ സമരജസപ്പെട്ട് ഒരു സാമൂഹ്യ സംരചന നടത്തണം. ആ സാമൂഹ്യ സംരചനയിലൂടെ ഈ രാഷ്ട്രം വീണ്ടും പഴയതുപോലെ 15-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നോ, 16-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നോ, പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരുമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ സമ്പത്ത് കണ്ടുവന്നവരോട് അന്ന് രത്നഗർഭയായ ഭാരതമെന്നാണ് ഇന്ത്യ പറഞ്ഞിരുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു. തുടർന്ന് ക്ഷേത്ര നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിച്ച ശില്പികളെ ചടങ്ങിൽ ആദരിച്ചു. വൈകിട്ട് 6 മണിയോടെ വൈക്കുരവയുടെയും പഞ്ചവാദ്യങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എസ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി, സുജിത് വിജയപിള്ള MLA, സമ്പോധ് ഫൗണ്ടേഷൻ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി എന്നിവർ സംസാരിച്ചു. ദേവപ്രശ്ന വിധി പ്രകാരം നടന്ന പൂജാകർമ്മങ്ങൾക്കും പരിഹാരങ്ങൾക്കും ശേഷം ഇക്കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ. ജനം, കൊല്ലം.